بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله عز وجل يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറ്റവും ആദരണീയരായ ഗുരുവര്യർ, കാരണവന്മാരെ, ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, തഖ്വയുടെ വീണ്ടെടുപ്പിന് എന്ന വിഷയത്തിൽ ഒരൽപ്പം സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല തുണക്കട്ടെ. നാം ഏവരെയും ആ തഖ്വ നേടുന്നവരിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോൾ ആ ജീവിതത്തിൽ അനേകം നേട്ടങ്ങൾ ലഭിക്കാൻ, വിജയം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് മനുഷ്യൻ. ഈ ഭൗതികമായ ലോകത്ത് മനുഷ്യൻ അധ്വാനിക്കുന്നത്, തൊഴിലുകൾ ചെയ്യുന്നത്, പരിശ്രമിക്കുന്നത്, സമ്പാദിക്കുന്നത്, പകലന്തിയോളം നെട്ടോട്ടമോടുന്നത് ഈ ലോക ജീവിതത്തിൻ്റെ വിജയത്തിനു വേണ്ടിയാണ്. ഐഹികമായ ജീവിതം പ്രയാസരഹിതമാകാൻ വേണ്ടിയാണ്. എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഐഹിക ലോകത്തെ നേട്ടമല്ല, ദുന്യവിയായ ലോകത്തെ നേട്ടമല്ല പ്രധാനമായിട്ടുള്ളത്. ആ വിശ്വാസിയുടെ ചിന്തയും മനസ്സും പാരത്രികമായ വിജയത്തിന്, പരലോകത്തെ വിജയത്തിന് കൊതിക്കുന്നതാണ്. വിശ്വാസിയുടെ പ്രാർത്ഥനയിൽ പോലും റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഐഹികമായ ലോകത്തെ വിജയം മാത്രമല്ല, നേട്ടം മാത്രമല്ല, പരലോകത്തെ നേട്ടവും നന്മയും തേടുകയും കൊതിക്കുകയും ചെയ്യുന്നവനാണ് വിശ്വാസി. ഇത് നേടിയെടുക്കാൻ പരിശ്രമിക്കേണ്ടവനാണ്. അതുണ്ടായിത്തീരാൻ വേണ്ടി തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടവനാണ്. ആത്മീയമായ വിശുദ്ധി എങ്ങനെ കൈവരിക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടവനാണ് സത്യവിശ്വാസി. കാരണം പരലോകത്തെ വിജയം കൊതിക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
വൽ ആഖിബതു ലിൽ മുത്തഖീൻ. അന്തിമ വിജയം അല്ലാഹു തആല വച്ചിരിക്കുന്നത് മുത്തഖീങ്ങൾക്കാണ്, അല്ലാഹുവിനെ തഖ്വ ചെയ്യുന്നവർക്കാണ്. ഇതുകൊണ്ട് തന്നെ വളരെ പ്രധാനമാണ് തഖ്വ. വസിയ്യത്തുല്ലാഹി ലിൽ ആലമീൻ, ലോകരോടുള്ള അല്ലാഹുവിന്റെ വസിയ്യത്താണത്. മുൻകഴിഞ്ഞ സമുദായങ്ങളോട് അല്ലാഹു തആല പ്രത്യേകമായി വസിയ്യത്ത് ചെയ്തത് തഖ്വ കൊണ്ടാണ്. മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് പ്രബോധനം നടത്തുമ്പോൾ പ്രത്യേകമായി ഉദ്ബോധിപ്പിക്കാൻ പറഞ്ഞതും തഖ്വയാണ്. വലഖദ് വസ്സൈനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അനിത്തഖുല്ലാഹ്. നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടിട്ടുള്ള മുൻഗാമികളായ ആളുകളോടും നിങ്ങളോടും അല്ലാഹുവിന്റെ വസിയ്യത്ത് അനിത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ തഖ്വ ചെയ്യണം, സൂക്ഷിക്കണം. എല്ലാ വെള്ളിയാഴ്ചകളിലും ഖതീബ് മിമ്പറിൽ നിന്ന് ഖുത്ബയോതുമ്പോൾ ഇരു ഖുത്ബകളിലും നിർബന്ധ ഘടകമായി അല്ലാഹുവിനെ സൂക്ഷിക്കാൻ, അവനെ തഖ്വ ചെയ്യാൻ നമ്മെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും ഇவ்விதം ഉദ്ബോധിപ്പിക്കുമ്പോൾ ഏറെ പ്രധാനപ്പെട്ടതാണ്, ഏറെ പ്രാധാന്യമുള്ളതാണ് തഖ്വ എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല, എല്ലാ വിജയങ്ങളുടെയും അടിസ്ഥാനം അത് തഖ്വയാണ്. തഖ്വല്ലില്ലാഹി മദാറു കുല്ലി സആദതി വതിബാഉ അഹ്വാ റഅ്സു ശർരി ഹബായിലാ. രാജാതിരാജനായ അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുക എന്നുള്ളത് മദാറു കുല്ലി സആദതി, എല്ലാ വിജയത്തിന്റെയും അടിത്തറയാണ്. ഇരുലോക വിജയങ്ങളുടെ എല്ലാം അടിത്തറ എന്ന് പറയുന്നത് അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുകയാണ്. വതിബാഉ അഹ്വാ റഅ്സു ശർരി ഹബായിലാ, തന്റെ ശരീരത്തിന്റെ ഇച്ഛയോട് താൽപര്യങ്ങളോട് പിന്തുടരുക എന്നത് എല്ലാ നാശത്തിന്റെയും തലയാണെന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിൽ എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനമായ അടിത്തറയായ തഖ്വ നേടുക എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തഖ്വ എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ആളൊരു മുത്തഖിയാണെന്ന് പലരെ പറ്റിയും പറയാറുണ്ട്. പക്ഷേ എന്താണ് തഖ്വ? മഹത്തുക്കളായ ഇമാമുകൾ എങ്ങനെയാണ് തഖ്വയെ പഠിപ്പിച്ചിരിക്കുന്നത്, ആ തഖ്വയെ നിർവചിച്ചിരിക്കുന്നത്? ഏതെല്ലാം കാര്യത്തിലൂടെയാണ് ഒരു വിശ്വാസിക്ക് തഖ്വ നേടിയെടുക്കാൻ സാധിക്കുക എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു വചനമുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വചനത്തിലൂടെ നമ്മൾ പരിശോധിച്ചാൽ തഖ്വ നേടാനുള്ള മാർഗങ്ങൾ നമുക്ക് ലഭിക്കും. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അത്തഖ്വ ഹിയൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽ ഖനാഅതു ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. തഖ്വ എന്ന് പറയുന്നത് അൽ ഖൗഫു മിനൽ ജലീൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭീതിയുണ്ടാവലാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയുണ്ടാകലാണ്. രാജാതിരാജനായ തമ്പുരാൻ തന്നെ കാണുന്നുണ്ടെന്ന ബോധം ഒരു സത്യവിശ്വാസിയിൽ ഉണ്ടാവലാണ്. ഈ ബോധം നമുക്കുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തുക. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു സംഭവം ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെടാറുണ്ടല്ലോ, പലപ്പോഴും വഅദുകളിൽ നമ്മൾ കേൾക്കാറുണ്ട്. ഒരാട്ടിടയനായ കുട്ടി മരുഭൂമിയിലൂടെ ആടിനെ മേച്ച് നടക്കുന്നത് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു കാണുകയാണ്. ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ നോമ്പുകാരനായി ആടുകളെ മേച്ച് നടക്കുന്ന ആ ബാലനോട് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ ഭക്ഷണത്തളികയിലേക്ക് ക്ഷണിക്കുകയാണ്. ആ സമയത്ത് ആ കുട്ടി പറയുന്നു, ഞാൻ നോമ്പുകാരനാണ്. ഈ വേനലിന്റെ കൊടും ചൂടിലാണോ നീ നോമ്പനുഷ്ഠിക്കുന്നത്? നിന്റെ ശരീരത്തെ നീ പ്രയാസപ്പെടുത്തുന്നത് ഇത് വലിയ ചൂടല്ലേ എന്ന് ചോദിക്കുന്ന നേരത്ത് ആ ആട്ടിടയൻ പറയുന്നത്, നാളെ പരലോകത്തുള്ള ചൂടിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ഈ ചൂടിനെ ഞാൻ സഹിക്കുകയാണെന്നാണ്.
വീണ്ടും മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ആ ആട്ടിടയനോട് ചോദിക്കുന്നുണ്ട്, ഒരുപാട് ആടുകളെ മേച്ച് നടക്കുന്ന ആളല്ലേ, ഒരു ആടിനെ എനിക്ക് നൽകുമോ, വിൽക്കുമോ? ആട്ടിടയൻ പറയുന്നത്, എന്റെ മുതലല്ല, ഇതിനൊരു മുതലാളിയുണ്ട്, ആ മുതലാളിയെ കൃത്യമായി ഇത് തിരിച്ചേൽപ്പിക്കേണ്ടതാണെന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോ, ധാരാളം ആടുകളുള്ള ഈ കൂട്ടത്തിൽ നിന്ന് ഒരാടിനെ നഷ്ടപ്പെട്ടു പോയാൽ, ഒരാടിനെ കാണാതായാൽ നിന്റെ മുതലാളി അറിയുകയില്ലല്ലോ. ദൂരദിക്കിൽ താമസിക്കുന്ന നിന്റെ മുതലാളിയോട് ആ ആടിനെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നിന്റെ മുതലാളി അറിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ആ ആട്ടിടയൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അപ്പ അല്ല എവിടെയാണ്? അല്ല കാണുന്നില്ലേ? രാജാതിരാജനായ തമ്പുരാൻ ഈ ആടുകളെ കാണുന്നില്ലേ? ആ ആടിനെ ഞാൻ മേക്കുന്നത് കാണുന്നില്ലേ? അതിൽ നിന്ന് നിങ്ങൾക്ക് വിൽക്കുന്നത് അല്ല കാണുകയില്ലേ എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ആ ആട്ടിടയൻ പറഞ്ഞെങ്കിൽ, ഈ ബോധമാണ്, ഈ ചിന്തയാണ് നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകേണ്ടത്. ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും രാജാതിരാജനായ അല്ലാഹു തന്നെ കാണുമെന്ന ബോധം നമുക്ക് വേണം. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു തുടരുന്നു, രണ്ടാമത്തെ കാര്യമായി മഹാനർ പറയുന്നത് വൽ അമലു ബിത്തൻസീൽ. ഖുർആൻ അവതരിച്ചിട്ടുള്ള, അല്ലാഹുവിന്റെ ഹബീബിന് അവതരിച്ചിട്ടുള്ള ആ ഖുർആൻ കൊണ്ടുള്ള ജീവിതം, ആ ഖുർആൻ കൊണ്ടുള്ള അമല്, അല്ലാഹു തആലാന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുള്ള ജീവിതം, ആരാധനകളിലെ നിഷ്ഠ, ഇതാണ് ഒരു മനുഷ്യന് തഖ്വ നേടിത്തരുന്ന ഒരു കാര്യം. മൂന്നാമതായി മഹാനവർകൾ പറഞ്ഞത് അൽ ഖനാഅത്തു ബിൽ ഖലീൽ. നമുക്ക് ലഭിച്ചിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും തൃപ്തിപ്പെടാൻ, ഉള്ളതുകൊണ്ട് മതിയാക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല നൽകിയതിൽ പരിതപിക്കാതെ, പ്രയാസപ്പെടാതെ, കുറ്റപ്പെടുത്താതെ അത് മതിയെന്നു വെക്കാൻ, അതിൽ തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കണം. നാലാമതായി മഹാനവർകൾ പറയുന്നത് അൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. പരലോകയാത്രക്കുള്ള തയ്യാറെടുപ്പ് നടത്തലാണ് തഖ്വ എന്ന് പറയുന്നത്. ഈ ലോകത്ത് ആരും ശാശ്വതരല്ല, എല്ലാവരും ഈ ലോകത്ത് നിന്ന് മരണപ്പെടേണ്ടവരാണ്. ആർക്കും ഇവിടെ ജീവിതം അല്ലാഹു തആല സുനിശ്ചിതമായി നൽകിയിട്ടില്ല. വലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ആർക്കെങ്കിലും അല്ലാഹു തആല ഈ ഭൗതികമായ ലോകത്ത് ജീവിക്കാൻ അവസരം തരുമായിരുന്നെങ്കിൽ, ആർക്കെങ്കിലും ഇവിടെ ശാശ്വതമായി ജീവിക്കാൻ അല്ലാഹു തആല അനുവാദം കൊടുക്കുമായിരുന്നെങ്കിൽ, ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകുമായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബും ഈ ലോകത്ത് നിന്ന് യാത്രയായവരാണ്, മറുലോകത്തേക്ക് പോയവരാണ്. ആ ലോകത്തേക്ക് തന്നെ യാത്ര പോകേണ്ടവരാണ് നമ്മൾ. ആ യാത്ര പോകുമ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുക എന്നുള്ളതാണ് തഖ്വ. വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ. ഈ ലോകം നശ്വരമാണ്, നശിക്കാനുള്ളതാണ്, ഇല്ലാതെയാകാനുള്ളതാണ്. വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ. പരലോകമാണ് ശാശ്വതമായ ലോകം, എന്നെന്നും ശേഷിക്കുന്ന ലോകം, ഏറ്റവും ഉത്തമമായ ലോകം ആ പരലോകമാണ്. ആ പരലോക ജീവിതത്തിലേക്കുള്ള കൃഷിയിടമായി, ആ പരലോക ജീവിതത്തേക്കുള്ള സമ്പാദ്യങ്ങൾ ഒരുക്കാനുള്ള ഇടമായി അല്ലാഹു തആല സംവിധാനിച്ചതാണ് ഈ ലോകം. ആ ലോകത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മ വേണം, പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മ വേണം, പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത വേണം. അതിനായി നമ്മൾ ഒരുങ്ങി തയ്യാറാകണം. നമ്മൾ ആലോചിക്കൂ, എന്തൊരുക്കമാണ് നാളെ പാരത്രിക ലോകത്തേക്ക് വേണ്ടി നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത്. എന്ത് സമ്പാദ്യമാണ് നമുക്ക് കൊണ്ടുപോകാനുള്ളത്. എത്രയെത്ര വഅളുകൾ നമ്മൾ കേൾക്കുന്നു, എത്രയെത്ര ഉറുദികൾ നമ്മൾ കേൾക്കുന്നു, ഏതെല്ലാം വിധത്തിലുള്ള ചരിത്രങ്ങൾ നമ്മൾ കേൾക്കുന്നു. പക്ഷേ എന്താണ് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത്? അല്ലാഹുവിന്റെ ഹബീബ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മദീന പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പള്ളിയുടെ ഓരത്തിലൂടെ ഒരു അറാബിയായ പെണ്ണ് കടന്നു പോവുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിക്കുന്നത് കണ്ടപ്പോ നബി തങ്ങൾ അറിയാതെ നബിയുടെ പിന്നിൽ പോയി നമസ്കരിക്കുകയാണ്. ആ നമസ്കാരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ആയത്ത് ഓതുകയാണ്. ലഹാ സബ്അതു അബ്വാബ് ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം. ഈ ആയത്ത് അല്ലാഹുവിന്റെ ഹബീബ് നമസ്കാരത്തിൽ ഓതിയപ്പോൾ ഇത് കേട്ട ആ അഅറാബിയായ പെണ്ണ് ബോധരഹിതയായി വീഴുകയാണ്. നമസ്കാരത്തിന്റെ ശേഷം അതിൽ നിന്ന് വിരമിച്ച ശേഷം അല്ലാഹുവിന്റെ റസൂല് ഒരു പാത്രം വെള്ളം കൊണ്ടുവരാൻ പറയുന്നു. ആ സ്ത്രീയുടെ മുഖത്തേക്ക് അത് തെളിക്കുന്നു. ബോധം വന്ന ആ പെണ്ണിനോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, യാ ഹാദിഹി മാലക്, നിനക്കെന്തു പറ്റി പെണ്ണേ, എന്താണ് സംഭവം? ആ സമയത്ത് അറാബിയായ ആ പെണ്ണ് ചോദിക്കുകയാണ്, അഹാദാ ശൈഉം മിൻ കിതാബില്ലാഹിൽ മുനസ്സൽ ഔ തഖൂലുഹു മിൻ തിൽഖാഇ നഫ്സിക്. നബിയേ, അങ്ങ് നമസ്കാരത്തിൽ ഓതിയിട്ടുള്ള ഒരായത്തുണ്ടല്ലോ, ഒരു വാക്യമുണ്ടല്ലോ, അത് അല്ലാഹു തആല ഖുർആനിൽ ഇറക്കപ്പെട്ട ഖുർആനിലുള്ള ആയത്താണോ? അത് നബിയെ അങ്ങയുടെ സ്വന്തമായി പറഞ്ഞതാണോ എന്ന് അറാബിയായ പെണ്ണ് ചോദിക്കുമ്പോ നബി പറയുന്നു, അല്ല, ഖുർആനിലുള്ള ആയത്തു തന്നെയാണ്. ഇത് കേട്ടപ്പോൾ ആ പെണ്ണ് പറഞ്ഞ വാചകം നോക്കൂ, കുല്ലു ഉളുവിൻ മിൻ അഅ്ളാഇ യുഅദ്ദബു അലാ കുല്ലി ബാബിൻ മിൻഹാ. നബിയെ, എന്റെ അവയവങ്ങളിലെ ഓരോ അവയവവും ആ ഓരോ വാതിലുകളിലൂടെയും ശിക്ഷിക്കപ്പെടാൻ മാത്രം മോശപ്പെട്ടതാണ്, അത്രയേറെ മോശപ്പെട്ടതാണ് എന്റെ ഓരോ അവയവങ്ങളും. ഇത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ല, അങ്ങനെയല്ല, ആ ഓരോ കവാടങ്ങളിലൂടെയും ശിക്ഷിക്കപ്പെടാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ആളുകളുണ്ട്, വിഭാഗങ്ങളുണ്ടെന്ന് പറയുമ്പോ ഈ പെണ്ണ് പറയുന്നത്, വല്ലാഹി ഇന്നി ഇംറഅത്തും മിസ്കീനാ. നബിയെ, അല്ലാഹുവാണ്, ഞാനൊരു സാധുവായ പെണ്ണാണ് നബിയെ. മാലി മാലുൻ, എനിക്കൊരു മുതലുമില്ല നബിയെ, ഒരു സമ്പാദ്യവുമില്ല നബിയെ. പക്ഷേ എനിക്കൊരു 7 അടിമകളുണ്ട് നബിയെ, 7 അടിമകൾ എനിക്കുണ്ട്. അള്ളാഹുവിന്റെ ആ വാക്ക് അതെന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു നബിയെ. ആ കവാടങ്ങളിൽ കടക്കാതെ അതിൽ നിന്നുള്ള രക്ഷയ്ക്കു വേണ്ടി എന്റെ 7 അടിമകളെയും ഞാനിതാ മോചിപ്പിക്കുന്നു നബിയെ എന്ന് ആ പെണ്ണ് പറഞ്ഞപ്പോ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വാനലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ബശ്ശിരിൽ അഅറാബിയ, ആ അഅറാബിയായ പെണ്ണിനെ അങ്ങ് സന്തോഷിപ്പിക്കു നബിയെ, സന്തോഷ വാർത്ത അറിയിക്കു നബിയെ. അല്ലാഹു തആല ഖദ് ഹറമ അലൈഹാ, അവളുടെ മേൽ അല്ലാഹു തആല നിഷിദ്ധമാക്കിയിരിക്കുന്നു അബ്വാബ ജഹന്നം, നരകത്തിന്റെ എല്ലാ കവാടങ്ങളും ആ പെണ്ണിന്റെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു. സ്വർഗീയ കവാടങ്ങളെല്ലാം ആ പെണ്ണിനു വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു നബിയെ. ഇതാ പെണ്ണിനെ അങ്ങ് അറിയിക്കണം, സന്തോഷിപ്പിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞുവെങ്കിൽ ഈ വിധത്തിൽ അല്ലാഹുവിനെ ഭയന്ന് അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അല്ലാഹു തആല നൽകിയതിൽ തൃപ്തിപ്പെട്ട് നാളെ പാരത്രിക ലോകത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള ജീവിതം, ഇതാണ് തഖ്വയുള്ള ആളുകളുടെ ജീവിതം. അത്തരം തഖ്വ നേടിയ ആളുകൾ, മുത്തഖീങ്ങളായ ആളുകൾ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതരാണ്. മറ്റാരുമല്ല ഉന്നതർ. ഇവിടെ പ്രതാപമുള്ളവരല്ല, സമ്പത്തുള്ളവരല്ല, തറവാടിത്തമുള്ളവരല്ല, ധാരാളം അനുയായികളുള്ളവരല്ല, ധാരാളം മക്കളുള്ളവരല്ല. മഹാനായ ഹാത്തമുൽ അസം റളിയല്ലാഹു തആല അൻഹു ഷഖീഖുൽ ബൽഖി എന്ന ഗുരുവര്യരുടെ അടുക്കൽ 3 പതിറ്റാണ്ടു കാലത്തെ ജീവിതത്തിനിടയിൽ നേടിയ 8 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞത്, ഞാൻ ജനങ്ങളിലേക്ക് നോക്കുമ്പോ യളുന്നു അന്ന ശറഫഹു വ ഇസ്സഹു ഫീ കസ്റത്തിൽ അഖ്വാം, ആളുകൾ
പെരുപ്പം കൊള്ളുന്നതാണ്, ആളുകൾ പെരുകുന്നതാണ്, സൈന്യങ്ങൾ ഉണ്ടാകുന്നതാണ്, ജനങ്ങൾ കൂടെയുണ്ടാകുന്നതാണ്. എന്റെ പ്രതാപവും എന്റെ ശ്രേഷ്ഠതയും എന്ന് വിചാരിക്കുന്നവർ സമ്പത്തുണ്ടാകുന്നതാണ്. ആ സമ്പത്ത് ധാരാളം ദൂർത്തടിച്ചുകൊണ്ടും മറ്റും ചെലവഴിക്കുന്നതാണ് എന്റെ മികവിന്റെ നിദാനമെന്ന് വിശ്വസിക്കുന്നവർ, ഭാവിക്കുന്നവർ, ഇത്തരം ആളുകളെയാണ് ജനങ്ങളിലേക്ക് ഞാൻ നോക്കുമ്പോൾ കാണുന്നത്. പക്ഷേ അല്ലാഹുവിന്റെ വിശുദ്ധ വേദത്തിലെ ഒരു വാക്യം ഞാൻ ആലോചിച്ചു. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങൾക്ക് സമ്പാദ്യമുണ്ടോ, നിങ്ങൾക്ക് ആളുകളുണ്ടോ, നിങ്ങൾക്ക് പ്രതാപമുണ്ടോ, അതൊന്നുമല്ല അല്ലാഹുവിന്റെ അടുക്കൽ ഔന്നത്യത്തിന്റെ നിദാനം, അല്ലാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠതയുടെ നിദാനം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതർ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠർ, ഏറ്റവും ബഹുമാനികളായിട്ടുള്ള ആളുകൾ, നിങ്ങളിൽ ഏറ്റവും നല്ല തഖ്വയുള്ളവരാരോ അവരാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ തഖ്വ നേടാൻ ദുനിയാവിനെ കൈയൊഴിഞ്ഞ് പരലോകത്തേക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. ഐഹികമായ ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ജീവിതമല്ലേ? ദുനിയാവെന്ന് പറയുന്നത് ചതിയുടെ ലോകമല്ലേ? മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നതല്ലേ ദുനിയാവ്? ആ ദുനിയാവിൽ വളരെ ശ്രദ്ധയോടുകൂടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്, തഖ്വയുടെ നിർവചനം നമ്മെ പഠിപ്പിക്കുന്നത് ആ നിലക്കാണല്ലോ. ദുനിയാവെന്ന് പറയുന്നത് കല്ലുകൾ നിറഞ്ഞ, മുള്ളുകൾ നിറഞ്ഞ, പാപത്തിന്റെ കറകൾ നിറഞ്ഞ, പാപത്തിന്റെ കല്ലുകളും മുള്ളുകളും നിറഞ്ഞ ദുനിയാവ്. ആ ദുനിയാവിൽ നീ നടക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടെ, ജാഗ്രതയോടുകൂടെ നീ നടക്കണം. ഖല്ലിദ് ദുനൂബ സ്വഗീറഹാ വകബീറഹാ ദാകത്തുഖാ വസ്നഉ കമാശിൻ ഫൗക അർളിശ് ശൗഖി യഹ്ദറു മാ യറാ. ഖല്ലിദ് ദുനൂബ സ്വഗീറഹാ വകബീറഹാ. നീ ചെറുദോഷങ്ങളെയും വൻദോഷങ്ങളെയും നീ വെടിയണം. ചെറുതും വലുതുമായ ദോഷങ്ങളെ നീ വെടിയണം. ദാകത്തുഖാ. അതാണ് തഖ്വ, അതാണ് സൂക്ഷ്മത. വസ്നഉ കമാശിൻ ഫൗക അർളിശ് ശൗഖി യഹ്ദറു മാ യറാ. മുള്ളുകളുള്ള ഭൂമിയിലൂടെ നടക്കുമ്പോൾ കാൽ കുത്തുന്നിടം നീ എങ്ങനെയാണോ ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന ഒരാളെ പോലെ നീ ജാഗ്രത പാലിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ദുനിയാവ് ചതിയുടെ ലോകമാണ്. ഇവിടെ പാപത്തിന്റെ കറകളാണ് അധികവുമുള്ളത്. പാപത്തിലേക്ക് നമ്മെ വലിച്ചു കൊണ്ടുപോകുന്ന ശത്രുക്കളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ജാഗ്രതയോടുകൂടെ നമ്മൾ ഇരിക്കണം. നിഷിദ്ധതകൾ നിറഞ്ഞ ഈ ലോകം, വേണ്ടാത്ത കാര്യങ്ങൾ നിറഞ്ഞ ഈ ലോകം, ഹലാലായ കാര്യങ്ങളെക്കാൾ നിഷിദ്ധമായ ഹറാമായ കാര്യങ്ങൾ വർദ്ധിച്ച അളവിലുള്ള ഈ ലോകം, ആ ലോകത്ത് ഹറാമിൽ അകപ്പെടാതിരിക്കാൻ മഹത്തുക്കളായ നമ്മുടെ മുൻഗാമികൾ ഹലാലുകൾ പോലും വേണ്ടെന്ന് വെച്ചവരാണ്, അതുപോലും ഒഴിവാക്കിയവരാണ്. മാസാലത്തി തഖ്വാ ബിൽ മുത്തഖീന ഹത്താ തറകൂ കസീറൻ മിനൽ ഹലാലി മഖാഫത്തൽ ഹറാം. മഹാനായ ഹസനുൽ ബസരി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, ഹറാമിൽ ചെന്ന് ചാടുമോ എന്ന് ഭയന്നതിന്റെ പേരിൽ, ഹറാമിൽ ചെന്ന് വീഴുമോ എന്ന് പേടിക്കുന്നതു കാരണം അനുവദിക്കപ്പെട്ട കാര്യങ്ങളെപ്പോലും വെടിയുന്നവരാണ് മുത്തഖീങ്ങളെന്ന് നമ്മെ പഠിപ്പിക്കുമ്പോ, അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള ആരാധനകളുടെ എല്ലാം ലക്ഷ്യവും ആരാധനകളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതും അല്ലാഹുവിനെ സൂക്ഷിക്കലാണ്, തഖ്വയാണ്. ബാഹ്യമായ ചലനങ്ങളല്ല, ഹൃദയത്തിന്റെ ശുദ്ധിയാണ് പ്രധാനം. മഹാനായ ഇമാം ഗസാലി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, തഖ്വ ഹിയ തൻസീഹുൽ ഖൽബി അമ്മാ യുബ്ഇദുക അനില്ലാഹ്. അല്ലാഹുവിൽ നിന്ന് നിന്നെ അകറ്റുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിൽ നിന്നെല്ലാം നിന്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കലാണ് തഖ്വ. നമ്മെ അല്ലാഹുവിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ദുനിയാവായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ പലവിധ കാര്യങ്ങളായിരിക്കാം, ഐഹികമായ ജീവിതത്തിലെ കാര്യങ്ങൾ. അത്തരം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമ്മിൽ നിന്ന് അകലുകയാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ മാറുകയാണ്. അവന്റെ അടിയാനായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് അവന് വഴിപ്പെട്ടു ജീവിക്കണമെന്ന കാര്യം പോലും പലപ്പോഴും മറന്നു പോവുകയാണ്. പക്ഷേ അല്ലാഹു തആല
തആല നിശ്ചയിക്കപ്പെട്ട ആരാധനാ കർമ്മങ്ങൾ, ആ ആരാധനാ കർമ്മങ്ങളുടെ അന്തസത്ത നമ്മൾ ആലോചിച്ചാൽ അതിൽ നിന്നെല്ലാം തഖ്വയുണ്ടാകാൻ, തഖ്വ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. നോക്കൂ നിങ്ങൾ, വിശുദ്ധ റമദാനിന്റെ ആദ്യം മുതൽ നമ്മൾ കേൾക്കുന്ന ആയത്താണല്ലോ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട് എന്ന് വിവരിക്കുന്ന ആയത്ത്. അതിന്റെ അവസാനം അല്ലാഹു തആല പറയുന്നത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുണ്ടാകാൻ വേണ്ടിയാണ്, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. പക്ഷേ ആ തഖ്വ നമുക്ക് നോമ്പിലൂടെ നേടണമെങ്കിൽ നമ്മുടെ നോമ്പ് നോമ്പാകണം, യഥാർത്ഥമായ നോമ്പാകണം, നമ്മുടെ എല്ലാം നോമ്പിലാകണം. ഉദരത്തിന്റെ മാത്രം നോമ്പല്ല, നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും നോമ്പിലാകണം. കമ്മിൻ സ്വായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഉ വൽ അതശ്, വിശപ്പും ദാഹവുമല്ലാതെ മറ്റൊന്നും ലഭിക്കാത്ത എത്രയെത്ര നോമ്പുകാരാണുള്ളതെന്ന് ചോദിക്കപ്പെട്ടതുപോലെ നമ്മുടെ നോമ്പാലോചിക്കൂ. ഉദരത്തിന് നമുക്ക് നോമ്പായിരിക്കാം, അന്നപാനാദികളൊന്നും നമ്മൾ കഴിക്കുന്നില്ലായിരിക്കാം, പക്ഷേ നമ്മുടെ നാക്ക് ഹറാമിലാണ്, നമ്മുടെ കണ്ണുകൾ ഹറാമിലാണ്, നമ്മുടെ കാതുകൾ ഹറാമിലാണ്, നമ്മുടെ ചിന്തകൾ ഹറാമിലാണ്, എല്ലാം ഹറാമിലായി നിലകൊള്ളുമ്പോൾ എങ്ങനെയാണ് ആ നോമ്പിലൂടെ തഖ്വ നേടിയെടുക്കാൻ പറ്റുക? അസ്വിയാമു ജുന്ന, നോമ്പെന്ന് പറയുന്നത് പരിചയാണ്, നമ്മെ അല്ലാഹു തആല പരിശീലിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ റമദാനിന്റെ വ്രതം അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പോലും പകൽ സമയത്ത് നമ്മൾ വേണ്ടെന്ന് വെക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയല്ലേ? അല്ലാഹുവിന് വേണ്ടി എന്ന കരുത്തോടുകൂടെ നോമ്പിൽ പ്രവേശിക്കുന്ന ഒരാൾ, അവന്റെ മുമ്പിൽ പാനീയമുണ്ട്, പകൽ സമയത്ത് അവന് വെള്ളം ലഭിക്കും, പകൽ സമയത്ത് അവൻ ആഹാരങ്ങൾ അവന്റെ മുമ്പിൽ ഉണ്ടാകും, അവൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് വിവാഹം ചെയ്ത അനുവദിക്കപ്പെട്ട അവന്റെ ഇണ മുന്നിലുണ്ടാകും. പക്ഷേ അതൊക്കെയും അവൻ വേണ്ടെന്ന് വെക്കുന്നത്, മാറ്റിവെക്കുന്നത് രാജാതിരാജനായ അല്ലാഹുവിന് വേണ്ടിയാണെങ്കിൽ ഈ ചിന്തയും ബോധവും വിശുദ്ധ റമദാൻ അല്ലാത്ത സമയത്തും കാലത്തും നമുക്കുണ്ടാകണം. അല്ലാഹുവിനെ കുറിച്ചുള്ള ആ ബോധമുണ്ടാകണം. അവൻ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ പോലും മാറ്റിവെക്കാനും വെടിയാനും പരിശീലിപ്പിക്കപ്പെട്ട ഒരു വിശ്വാസി അവൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിലേക്ക് കടന്നു പോകാൻ പാടില്ല. നമസ്കാരവും ആ നിലക്കുള്ളതാണ്. ഇദാലം തത്തഖില്ലാഹ ഫീ ലിസാനിക വഅയ്നിക വബത്നിക ഫസ്വലാതുക ലൈസത് ഇല്ലാ ഹറകതൻ ബദനിയ, നിന്റെ നാവ്, ആ നാവിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നില്ല എങ്കിൽ, നിന്റെ കണ്ണുകളിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നില്ല എങ്കിൽ, നിന്റെ ഉദരങ്ങളിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നില്ല എങ്കിൽ, നിന്റെ കാതുകൊണ്ട് നീ നിഷിദ്ധത കേൾക്കുന്നു, നിന്റെ കണ്ണുകൾ കൊണ്ട് നീ ഹറാമിലേക്ക് നോക്കുന്നു, നിന്റെ ഉദരത്തിലേക്ക് നീ കൊണ്ടുപോകുന്നത് മുഴുവൻ നിഷിദ്ധമായവയാണെങ്കിൽ ഫസ്വലാതുക ലൈസത് ഇല്ലാ ഹറകതൻ ബദനിയ വരിയാലതൻ ജസദിയ, കേവലം ശാരീരിക ചലനങ്ങൾ മാത്രമാണ് ആ നമസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ മറ്റെല്ലാ അവയവങ്ങളും നമ്മുടെ ഉദരവുമെല്ലാം നിഷിദ്ധതയിൽ നിന്ന് വെടിഞ്ഞു നിൽക്കാൻ സാധിക്കുമ്പോഴാണ് നമസ്കാരത്തിന്റെ ഫലം നമുക്ക് ലഭിക്കുക. ഇന്നസ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നമസ്കാരം എന്ന് പറയുന്നത് അല്ലാഹു തആല ഇഷ്ടപ്പെടാത്ത, അവൻ വെറുക്കുന്ന മോശപ്പെട്ട എല്ലാ സംഗതികളിൽ നിന്നും മനുഷ്യനെ തടയുന്നതാണെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുമ്പോ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടേ, എത്രയായി നമ്മൾ നമസ്കരിക്കുന്നു, എത്രയായി നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നു. ഈ നോമ്പ് കൊണ്ട് നേടേണ്ട തഖ്വ, ഈ നമസ്കാരം കൊണ്ട് നേടേണ്ട തഖ്വ, ഭൗതികമായ ലോകത്തുള്ള ജീവിതത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കാനുള്ള ആ കഴിവ് ഈ നോമ്പ് കൊണ്ടോ നമസ്കാരം കൊണ്ടോ മറ്റെല്ലാ കർമ്മങ്ങൾ കൊണ്ടോ നമുക്ക് നേടാനായിട്ടുണ്ടോ? അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള കർമ്മങ്ങൾ മുഴുക്കയും ഈ സൂക്ഷ്മത നേടാനാണ്, നമ്മുടെ ജീവിതത്തിൽ തഖ്വയുണ്ടാകാൻ വേണ്ടിയാണ്. പക്ഷേ ആ തഖ്വ നേടാൻ സാധിക്കാതെ പോകുന്നത് ആ നമസ്കാരം നമസ്കാരമായി മാറുന്നില്ല, കേവലം ചടങ്ങുകളായി, കേവലം ചലനങ്ങളായി, കേവലം എക്സൈസുകളായി മാറുകയാണ്. നമ്മുടെ നോമ്പോ അത് വെറും പട്ടിണി കടക്കലായി മാറുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഒരു മനുഷ്യന്റെ നോമ്പിന്റെ വിശുദ്ധ റമദാനിന്റെ പകൽ സമയത്തും ആ വിശുദ്ധ റമദാന്റെ നോമ്പിലായിരിക്കുന്ന നേരത്ത് അവൻ വേണ്ടാത്ത സംസാരങ്ങൾ വെടിയുന്നില്ല എങ്കിൽ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കാണ് അവൻ പോകുന്നത് എങ്കിൽ, അവൻ പട്ടിണി കിടക്കുന്നതിൽ അല്ലാഹുവിന്
ഒരു ആവശ്യവുമില്ല എന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞുപോയ നോമ്പുകൾ നമ്മൾ പരിശോധിക്കൂ. ഈ വർഷത്തെ റമദാൻ തന്നെ നമ്മൾ പരിശോധിക്കൂ. എന്റെ നാവ് കൊണ്ടൊരപരനെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഞാനൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും ധൈര്യമുണ്ടാകുമോ? ആരെയും പ്രയാസപ്പെടുത്തുന്ന ഒരു വാചകം പോലും സംസാരിച്ചിട്ടില്ല ഈ റമദാനിന്റെ പകലിലെന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും ധൈര്യമുണ്ടാകുമോ? വേണ്ടാത്ത ഒരു കാര്യത്തിലേക്കും എന്റെ ചിന്തയോ എന്റെ പ്രവർത്തനങ്ങളോ പോയിട്ടില്ലെന്ന് പറയാൻ നമുക്കാർക്കെങ്കിലും ധൈര്യമുണ്ടാകുമോ? ഒരിക്കലുമില്ല. നമ്മുടെ ജീവിതം റമദാനുമല്ലാത്ത കാലത്തും ഒരുപോലെയാണല്ലോ. എല്ലാം ഒരുപോലെയാണ്. ഏത് നിരക്കും നമ്മൾ ഒരുപോലെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ റമദാൻ വന്നെത്തിയതിന്റെ പേരിൽ ഒരു മാറ്റം നമുക്കുണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തണം. നമസ്കാരം നമ്മൾ എത്രയാണ് നമസ്കരിക്കുന്നത്? ഏത് വയസ്സ് മുതൽ നമ്മൾ നമസ്കരിക്കുന്നു? പക്ഷേ ആ നമസ്കാരം കൊണ്ടൊരു പരിവർത്തനം ഉണ്ടാകാൻ, ആ നമസ്കാരം കൊണ്ടൊരു ജീവിതത്തിൽ മാറ്റമുണ്ടാകാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ? നോക്കൂ, നിങ്ങൾ നമസ്കാരത്തിന്റെ ഓരോ കർമ്മങ്ങളും മനുഷ്യന്റെ ജീവിതത്തിൽ എങ്ങനെ വേണമെന്ന് പഠിപ്പിക്കുന്നില്ലേ? അള്ളാഹുവിന്റെ മുമ്പിലുള്ള നൃത്തം, ആ നൃത്തം തന്നെ നമ്മെ ബോധിപ്പിക്കുന്നത് എന്താണ്? പടച്ച തമ്പുരാന്റെ മുന്നിലാണ് നിന്റെ നൃത്തമെന്ന് നമ്മെ ബോധിപ്പിക്കുന്നുണ്ടെങ്കിൽ നാളെ പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഇതുപോലെ നിൽക്കേണ്ടവനാണെന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ടോ? നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ടോ? എന്റെ സർവസ്വവും അള്ളാഹുവിന് സമർപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ആ നമസ്കാരം, എല്ലാം അള്ളാഹ്ക്കാണ്, എനിക്കൊന്നുമില്ല എന്ന് പറയുന്ന ആ പ്രഖ്യാപനമുള്ള നമസ്കാരം, അത് നിർവഹിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് മടങ്ങാൻ, നമ്മുടെ മനസ്സുകൊണ്ട് മടങ്ങാൻ, ശരീരം കൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ട് മടങ്ങാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടവരാണ്. തഖ്വ നേടാനുള്ള മാർഗങ്ങളായി മഹത്തുക്കളായ ഇമാമുകൾ ധാരാളം മാർഗങ്ങൾ വിവരിക്കുന്നുണ്ട്. മഹാനായ ഇമാം ഗസാലി തങ്ങൾ തന്റെ ഇഹ്യയിലൂടെ പഠിപ്പിക്കുന്നു. 6 കാര്യങ്ങൾ, 6 മാർഗങ്ങൾ തഖ്വ വീണ്ടെടുക്കാൻ വേണ്ടി ഇമാം ഗസാലി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ മാർഗം അൽ മുശാറത, കരാറുറപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ദിവസത്തിന്റെ ആരംഭത്തിൽ, തുടക്കത്തിൽ സ്വന്തം മനസ്സിനോട്, സ്വന്തം ശരീരത്തോട് കരാറുറപ്പിക്കുകയാണ്. എനിക്ക് അല്ലാഹു തആല പുതിയൊരു ദിവസം നൽകി. ഈ ദിവസത്തിൽ അല്ലാഹുവിനെതിരെ പ്രവർത്തിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുമെന്ന കരാറ്. ഈ ദിവസത്തിൽ എനിക്ക് ധാരാളം സമയങ്ങൾ അല്ലാഹു തആല നൽകുന്നു. ആ സമയത്തെക്കുറിച്ച് ഇന്നലെ നമ്മൾ കേട്ടില്ലേ? എത്രയേറെ മഹത്തരമായ വിധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ സമയം പാഴാക്കാതെ അതിനെ ഗൗനിക്കുമെന്ന്, അതിനെ ശ്രദ്ധിക്കുമെന്ന പ്രതിജ്ഞയും കരാറുമാണ് ഈ ദിവസത്തിന്റെ തുടക്കത്തിൽ നമുക്കുണ്ടാകേണ്ടത്. രണ്ടാമത്തെ കാര്യം പറയുന്നത് അൽ മുറാഖബ, അല്ലാഹു തആല നമ്മെ നിരീക്ഷിക്കുന്നു എന്ന ബോധം വേണം. ഓരോ ദിവസവും നമ്മൾ എഴുന്നേറ്റു കഴിഞ്ഞാൽ പടച്ച തമ്പുരാന്റെ നിരീക്ഷണം നമുക്കുണ്ട് എന്ന ബോധം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരലാണ് തഖ്വ വീണ്ടെടുക്കാനുള്ള മറ്റൊരു മാർഗം. അന്നല്ലാഹു മുത്തലിഉൻ അലൈഹി സാമിഉൻ ലിഖൗലിഹി മുത്തലിഉൻ അലാ സറായിരിഹി. അല്ലാഹു തആല നമ്മുടെ മേൽ വെളിപ്പെടുന്നവനാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് അല്ലാഹു തആല അറിയും. നമ്മൾ എന്ത് സംസാരിച്ചാലും ആ സംസാരം കേൾക്കും. നമ്മൾ സംസാരിക്കേണ്ടതില്ലല്ലോ. നമ്മുടെ മനസ്സിനകത്ത് നിരൂപിക്കുന്ന കാര്യം പോലും, നമ്മുടെ മനസ്സകത്ത് വിചാരിക്കുന്ന കാര്യം പോലും രാജാതിരാജനായ അല്ലാഹു തആല അറിയുകയാണ്. നമ്മുടെ നോട്ടമല്ല, നമ്മുടെ കണ്ണിന്റെ കട്ടുനോട്ടം പോലും രാജാതിരാജനായ പടച്ചവൻ അറിയുകയാണ്. ആ അറിയുന്ന ബോധം നമുക്കുണ്ടാകണം. അല്ലാഹുവിന്റെ നോട്ടത്തിൽ നിന്ന് മാറാൻ, അല്ലാഹുവിന്റെ നോട്ടത്തിൽ നിന്ന് മാറാൻ ഒരടിയാൻ എന്ന നിലക്ക് തനിക്ക് സാധിക്കില്ല എന്ന ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകണം. മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരിയുടെ ചരിത്രം ഇത് നമ്മെ പഠിപ്പിക്കുന്നതാണ്. അല്ലാഹു നാദിറുൻ ഇലയ്യ, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. തന്റെ അമ്മാവൻ പറഞ്ഞു കൊടുത്ത ഈ വാചകത്തിന്റെ പൊരുൾ മനസ്സിലാക്കിയ മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി, ആരിഫീങ്ങളിലെ ഏറ്റവും പ്രധാനിയായ സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി അവിടുത്തെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം. അവസാന
അവസാന സമയത്ത് രേഖപ്പെടുത്തിയത് കാണാം. അല്ലാഹു നാളിറുൻ ഇലയ്യ, പടച്ച തമ്പുരാൻ എന്നെക്കുള്ള നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, അവൻ സന്നിഹിതനാണ്, അവൻ എന്നോടൊപ്പമാണ്. ഈ ബോധവും ചിന്തയും എന്റെ മനസ്സിൽ എന്റെ പിഞ്ചുകാലത്തെ മനസ്സിലേക്ക് പതിച്ചതുകൊണ്ട് അറിഞ്ഞുകൊണ്ടൊരു പാതകം ചെയ്യാൻ, ഒരു തെറ്റ് ചെയ്യാൻ ഞാൻ മുതിർന്നിട്ടില്ല എന്ന് സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരിക്ക് പറയാൻ സാധിക്കുമെങ്കിൽ ഞാനും നിങ്ങളും ആലോചിക്കൂ. ഇതെല്ലാം നമ്മൾ കേൾക്കുന്നവരാണ്, ഇതെല്ലാം നമ്മൾ പറയുന്നവരാണ്, ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളുന്നവരാണ്. പക്ഷേ തെറ്റുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ തഖ്വ വീണ്ടെടുക്കാനുള്ള മറ്റൊരു മാർഗമായി മഹാനായ ഇമാം ഗസാലി തങ്ങൾ പഠിപ്പിക്കുന്നത് അൽ മുഹാസബ, സ്വന്തത്തെ വിചാരണ ചെയ്യലാണ്. നമ്മൾ നമ്മെ തന്നെ വിചാരണ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഓരോ ദിനത്തിലും വിചാരണ ചെയ്യണം. രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശരീരത്തോട് ചോദിക്കുക, കൈയിനോട് ചോദിക്കുക, എന്റെ കരമേ, നീ ഏതെല്ലാം തരത്തിലുള്ള അക്രമങ്ങളാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്, ഏതെല്ലാം അതിക്രമങ്ങൾ നീ ഇന്ന് ചെയ്തു. നിന്റെ നാവിനോട് നമ്മൾ ചോദിക്കണം, എന്റെ നാവേ, നീ ഏതെല്ലാം വിധത്തിലുള്ള അരുതായ്മകളാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത്. കാലിനോട് നമ്മൾ ചോദിക്കണം, ഈ കാലുകൊണ്ട് ഏതെല്ലാം വിധത്തിലുള്ള ഹറാമിലേക്കാണ്, നിഷിദ്ധത്തിലേക്കാണ് നമ്മൾ നടന്നു പോയിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചില്ലേ, ഹസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ. നാളെ പരലോകത്ത് നിങ്ങളെ വിചാരണ ചെയ്യാനുണ്ട്. ഒരാൾക്കും അവിടെ രക്ഷപ്പെടാനാകില്ല. വെച്ച കാൽപാദങ്ങൾ മാറ്റാൻ ഒരടിയാനും സാധിക്കാത്ത ആ ലോകത്ത് അല്ലാഹു തആല നിങ്ങളെ വിചാരണ ചെയ്യുമല്ലോ. ആ വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പായി നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ വിചാരണ ചെയ്യൂ. ഏതെല്ലാം വിധത്തിലുള്ള തെറ്റുകുറ്റങ്ങളാണ്, ഏതെല്ലാം വിധത്തിലുള്ള വേണ്ടാത്തരങ്ങളാണ് എന്റെ ശരീരമേ നീ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശരീരത്തോടൊന്ന് ചോദിച്ചു നോക്കൂ. വസിനൂ അഅ്മാലകും ഖബ്ല അൻ തൂസനൂ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ അമലുകൾ, ആ അമലുകൾ ഒന്ന് തൂക്കി നോക്കണം. നാളെ പരലോകത്ത് മീസാൻ എന്ന തുലാസിൽ നമ്മുടെ അമലുകൾ തൂക്കാനുണ്ട്. നമ്മൾ ഈ ലോകത്ത് ചെയ്ത എല്ലാ കർമ്മങ്ങളും അവിടെ തൂക്കി നോക്കുന്നതാണ്. നന്മ ആർക്കാണ് മുൻതൂക്കമുള്ളത് എന്ന് അല്ലാഹു തആല പരിശോധിക്കുന്നതാണ്. അതിനു മുമ്പായി എന്റെ പ്രിയമുള്ളവരെ, നാം ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ നമ്മുടെ അമലുകളെ നോക്കുക, നമ്മൾ നമ്മുടെ അമലുകളെ തൂക്കുക. എന്റെ നമസ്കാരം ഞാൻ നമസ്കരിച്ചല്ലോ എന്ന് നിർവൃതി കൊള്ളാനുള്ളതല്ലല്ലോ. ആ നമസ്കാരത്തിന്റെ ന്യൂനതകളെ കുറിച്ച് ആലോചിക്കുക, ആ നമസ്കാരത്തിന്റെ പോരായ്മകളെ കുറിച്ച് ആലോചിക്കുക. റമദാനിൽ 30 ദിവസവും ഞാൻ തറാവീഹ് നമസ്കരിച്ചല്ലോ എന്ന ആശ്വാസം കൊള്ളാൻ നമുക്കെന്ത് അവകാശമാണുള്ളത്? ആ റമദാനിലെ തറാവീഹിലടക്കം നമ്മുടെ നമസ്കാരത്തിൽ വരുന്ന ന്യൂനതകൾ നമ്മൾ ആലോചിക്കുക. നമ്മൾ നോമ്പനുഷ്ഠിച്ചല്ലോ എന്ന് ആത്മനിർവൃതി കൊള്ളാൻ ആർക്കാണ് സാധിക്കുക? നമ്മുടെ നോമ്പിന്റെ അവസ്ഥയെക്കുറിച്ച് നമുക്കറിയില്ലല്ലോ. ആ നിലക്ക് നമ്മൾ വിചാരണ ചെയ്യണം. നമ്മുടെ അമലുകളെ നമ്മൾ തൂക്കി നോക്കണം. നമ്മുടെ മുൻഗാമികൾ ആ വിധത്തിലായിരുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഉമറും ഫിൽ ജന്ന എന്ന് സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ള മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഓരോ ദിവസവും തന്റെ കൈവിരലുകളെ തീയിലേക്ക് നീട്ടിക്കൊണ്ട് വേദനിക്കൂ ഉമറേ, വേദനിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉമറിനെ വിചാരണ നടത്തുമായിരുന്നു, ചോദ്യം ചെയ്യുമായിരുന്നു എന്ന് ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കൂ. നമ്മളും അതുപോലെ വിചാരണ ചെയ്യേണ്ടവരാണ്. ഓരോ ദിവസവും കണക്കെടുപ്പ് നടത്തേണ്ടവരാണ്. നാലാമത്തെ മാർഗമായി മഹാനായ ഇമാം ഗസാലി തങ്ങൾ പഠിപ്പിക്കുന്നത് അൽ മുആഖബ. വിചാരണയിൽ വീഴ്ചയാണ് കണ്ടെത്തുന്നത് എങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ശിക്ഷിക്കുകയാണ്, മനസ്സിന് പ്രത്യേകമായ ശിക്ഷ നൽകുകയാണ്. അഞ്ചാമത്തെ കാര്യം അൽ മുജാഹദ, കഠിനമായ പരിശ്രമം നടത്തലാണ്. കഠിന പരിശ്രമം, ഇബാദത്തിന്റെ കാര്യത്തിൽ കഠിന പരിശ്രമം നടത്തണം. ഒരു ഇബാദത്തും ചെയ്യാതെ പരലോകത്ത് രക്ഷപ്പെടുമെന്ന വിചാരത്തിൽ നമ്മൾ ആരും ഇരിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ആരാധനാ കർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കണം, ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. ആ വർദ്ധിപ്പിക്കുന്നത് തഖ്വ നേടാനുള്ള ഒരു മാർഗമായി മഹാനായ ഇമാം ഗസാലി തങ്ങൾ എണ്ണുകയാണ്. അവസാനം പറയുന്നത് അൽ മുആതബ,
നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ ഗുണദോഷിക്കണം. നമ്മുടെ മനസ്സിനെ നമ്മൾ ഗുണദോഷിക്കണം. എന്താണ് മനസ്സിനോട് പറയേണ്ടത് എന്ന് മഹാനായ ഇമാം ഗസാലി തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. യാ നഫ്സു മാ അഅ്ലമ ജഹ്ലക്, ഏ നഫ്സേ, ഏ മനസ്സേ, നീ എത്ര അറിവില്ലാത്തതാണ്, നീ എത്ര വിഡ്ഢിയാണ്. അതുജാരീന ബിൽ മഅസിയതി വഅൻത തസ്അമീന അന്നകി മുഅ്മിനാ, നീ ഒരു സത്യവിശ്വാസിയാണെന്നാണ് നിന്റെ വാദം, സത്യവിശ്വാസിയാണെന്ന് വാദിക്കുന്നു. പക്ഷേ നീ തെറ്റുകളിലേക്ക് പോവുകയാണല്ലോ, തെറ്റുകളിലേക്ക് നീ പോവുകയാണല്ലോ എന്ന് തന്റെ മനസ്സിനോട് ചോദിക്കാൻ ഇമാം ഗസാലി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഈ 6 മാർഗങ്ങളിലൂടെ, 6 വഴികളിലൂടെ തഖ്വയെ വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കുകയാണ്. തഖ്വ എന്ന് പറയുന്നതാണ് ഏറ്റവും മുന്തിയ പാതേയം. നാളെ പരലോകത്തേക്ക് ഒരു പാതയുമില്ലാതെ കടന്നു ചെല്ലാൻ നമുക്ക് കഴിയില്ല. ഒരു ഭാണ്ഡവുമില്ലാതെ നമുക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല. ഒരു വകുപ്പുമില്ലാതെ പരലോകത്തേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. ഏറ്റവും മുന്തിയ സാദ്, ഏറ്റവും മുന്തിയ പാതേയം അത് തഖ്വയാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതില്ലാതെയാണ് പരലോകത്തേക്ക് നമ്മൾ പോകുന്നതെങ്കിൽ ആ യാത്ര എത്ര ദുഷ്കരമാണ്. ഇദാ അൻതലം തർഹൽ ബിസാദി من التقى ولاقيت بعد الموت من قد تزودا. തഖ്വയാകുന്ന പാതേയം, ആ പാതേയമില്ലാതെയാണ് നീ പരലോകത്തേക്ക് യാത്ര ചെയ്യുന്നതെങ്കിൽ മരണശേഷം വലാഖൈത ബഅദൽ മൗതി മൻ ഖദ് തസവ്വദാ, ആ പാതേയം കരുതി വച്ച ആളുകളെ നീ നാളെ പരലോകത്ത് നിന്റെ മരണശേഷം നീ കണ്ടുമുട്ടും. ആ കണ്ടുമുട്ടുമ്പോൾ നദിംത അലാ അല്ലാ തകൂനാ കമിസ്ലിഹി وأنك لم ترصد لما كان أرصدا. ആ മണ്ണിലേക്ക് എത്തുമ്പോ, മരണത്തിന് മുമ്പേ പാതേയമൊരുക്കിയിട്ട് ആ മറുലോകത്തേക്ക് എത്തിയ ആളുകളെ നീ കണ്ടുമുട്ടുമ്പോ, കാണുമ്പോ നിന്റെ മനസ്സിൽ ഖേദമുണ്ടാകും, നിന്റെ മനസ്സിൽ സങ്കടം വരും. അവനെപ്പോലെ ആകാത്തതിൽ, അവനെപ്പോലെ തയ്യാറെടുക്കാത്തതിൽ, നാളെ പരലോകത്തേക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്താത്തതിൽ നിന്റെ മനസ്സ് ഖേദമുണ്ടാകും, വേദനിക്കും. ആ വേദന നിന്റെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് തന്നെ പാതേയമൊരുക്കാനുള്ള അവസരമാണിത്, പാതേയമൊരുക്കാനുള്ള നേരമാണിത്, പാതേയമൊരുക്കാനുള്ള അവസരമാണ് അല്ലാഹു തആല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ റമദാനിൽ ധാരാളം ഓഫറുകൾ നൽകി അല്ലാഹു തആല നൽകുന്നത് ആ വിധത്തിൽ പാതേയമൊരുക്കാനാണ്. നാളെ പാരത്രിക ലോകത്ത് ഉപകാരം ലഭിക്കുന്ന വിധത്തിൽ പാതേയമൊരുക്കാത്തവൻ അവൻ വിഡ്ഢിയാണെന്ന് ലോകത്തിന്റെ നേതാവാ നമ്മെ പഠിപ്പിക്കുന്നത്. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ്? തന്റെ ശരീരത്തെ അടുക്കി ഒതുക്കി നിർത്തുന്നവനാണ്, അതിന്റെ ഇച്ഛകളെ ഇല്ലായ്മ ചെയ്യുന്നവനാണ്, അതിനെ പരിശീലിപ്പിക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. വഅമില ലിമാ ബഅദൽ മൗത്ത്. മരണത്തിന് ശേഷമുള്ള ഒരു ലോകത്തേക്ക് വേണ്ടി അമലുകൾ ചെയ്യുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. വൽ അഹ്മഖു മൻ അത്ബഅ നഫ്സഹു ഹവാഹാ വതമന്നാ അലല്ലാഹി തആല അൽ അമാനിയ. ഏറ്റവും വലിയ വിഡ്ഢിയാരാണ്? അവൻ തന്റെ ശരീരത്തോട് പിന്തുടരുന്നവനാണ്, ശരീരത്തിന്റെ ആഗ്രഹങ്ങളോട്, ശരീരത്തിന്റെ ഇച്ഛകളോട് പിൻപറ്റുന്നവനാണ്. അള്ളാഹുവിന്റെ മേൽ വെറുതെ കുതിക്കുന്നവനാണ്. ഒന്നും ചെയ്യാതെ, ഒന്നും പ്രവർത്തിക്കാതെ വെറുതെ അള്ളാഹുവിന്റെ മേൽ കുതിക്കുന്നവനാണ് ഏറ്റവും വലിയ വിഡ്ഢി. ആ വിഡ്ഢിയാകാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്, ബുദ്ധിമാനാകാൻ, നാളെ പാരത്രിക ലോകത്തേക്ക് വേണ്ടിയുള്ള വിഭവങ്ങൾ ഒരുക്കി വെക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. വെറുതെ കൊതിച്ചു നിന്നതുകൊണ്ട് കാര്യമില്ല, ശരീരത്തിന്റെ ഇച്ഛകളോട് പിൻപറ്റി ജീവിച്ചതുകൊണ്ടും കാര്യമില്ല. ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്, എന്റെ സമുദായത്തിന്റെ മേൽ ഞാൻ ഭയപ്പെടുന്ന കാര്യം അവർ അവരുടെ ശരീരത്തിന്റെ ഇച്ഛകളോട്, ശരീരത്തിന്റെ താല്പര്യങ്ങളോട് പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നതാണ്.
അവർ വെറുതെ ഇങ്ങനെ കുതിക്കുന്നതാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ കുതിക്കാതെ അള്ളാഹുവിന്റെ മുമ്പിൽ വെക്കാൻ, അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ള പാതേയമൊരുക്കാൻ, ഈ ഇഹലോക ജീവിതത്തെ മാറ്റിമറിക്കാൻ ഈ വിശുദ്ധ റമദാൻ പോലത്തെ അവസരങ്ങൾ നമുക്ക് സാധിക്കട്ടെ. ആ വിധത്തിൽ എല്ലാ കർമ്മങ്ങളും തഖ്വ നേടിയെടുക്കുന്ന വിധത്തിൽ മാറ്റി നല്ല രൂപത്തിലാക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.